ഹായ് സുഹൃത്തുക്കളെ, ഞാൻ രാജേഷ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു വിധിയെ മാറ്റുന്ന കാര്യം. അപ്പം വിധിയെ മാറ്റുന്ന കാര്യം പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെ മാറ്റാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആകാൻ പറ്റും, അപ്പം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേറ്റ് ആക്കാത്ത രീതിയിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഓരോ ആൾക്കാരുടെയും ബർത്ത് ചാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ ബർത്ത് ചാർട്ടുമായിട്ട് അലൈൻ ചെയ്തേക്കുന്ന ചില ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ദൈവങ്ങളെ. സപ്പോസ് നമ്മൾ ഒരാൾ ബൈ ബർത്ത് നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പം തന്നെ ചിലപ്പോൾ നമ്മുടെ ലഗ്നം എന്ന് പറയുന്ന സ്ഥലത്ത് ചിലപ്പോൾ ബുധൻ കാണും, ശുക്രൻ കാണും, ശനി കാണും. അപ്പം അങ്ങനെ ഏതൊക്കെ ഗ്രഹങ്ങളാണ്, അതേമാതിരി ഈ ട്രയാങ്കിളിൽ ഇങ്ങനെയൊക്കെ കണക്റ്റ് ആകുന്ന ഏതൊക്കെ ഗ്രഹമുണ്ട്, അപ്പം അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ എന്ത് പഠിക്കണം, അല്ലെന്നൊരു എന്ത് ചെയ്യണം, എന്ത് ഫ്യൂച്ചറിൽ എന്ത് ജോബ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതും തീരുമാനിക്കേണ്ടതും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഗ്രഹവുമായിട്ട് അലൈൻ ചെയ്ത ദൈവങ്ങളെയാണ് നമ്മൾ പൂജിക്കേണ്ടതും. അതേമാതിരി അവരുടെ ആ ഒരു ദൈവമായിട്ട് കൂടുതൽ നമ്മൾ അല്ലെന്നൊരു അമ്പലത്തിൽ പോവോ, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ദാനധർമ്മങ്ങളോ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട വഴിപാടുകളോ ആണ് ചെയ്യേണ്ടത്. ചില ഫാമിലിയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അറിയാം, ചിലർ 45 വയസ്സ് 50 വയസ്സ് വരെ മാരേജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ വെൽത്തി ഫാമിലിയാണ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നേരി അവരുടെ ചിലപ്പോൾ മുജ്ജന്മവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്തോ ഒരു കണക്ടിവിറ്റി, അവരുടെ ഭൂമി തട്ടിച്ചതോ അല്ലെന്ന രീതിയിൽ ചില അബോർഷൻ കേസിൽ അതേമാതിരി അവർ കഴിഞ്ഞ ജന്മത്തിൽ ആർക്കെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലല്ലേ അബോർഷൻ ചെയ്തതോ അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പ്രാവശ്യം വരുന്നുണ്ട് 100% അവർക്ക് അന്ധരായിട്ടുള്ള കുട്ടികളുണ്ടാവും. ചിലപ്പം മീൻസ് സംസാരിക്കാൻ പറ്റാത്തത്. ഇതെല്ലാം നമ്മുടെ ജന്മമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടി ഈ ഒരു സബ്ജക്റ്റുമായിട്ട് വെച്ച് പറയാതിരിക്കാൻ പറ്റിയല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണ്ടേ, ലോകത്തിൽ ആരെയും ഉപദ്രവിക്കാതെ വേറൊരാളെ എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ ഒരു ജന്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ എവരി ക്രിയേഷൻ ഇസ് ക്രിയേറ്റഡ് ഫോർ ക്രിയേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ബർത്ത് തന്നിട്ടുണ്ട്, നമുക്കൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടാണ് നമ്മളെ മുകളിൽ നിന്ന് ഒരാളിവിടെ പറഞ്ഞു വിട്ടേക്കുന്നത് എന്നുള്ള ഒരു അന്തസത്ത നിങ്ങൾ ഉൾക്കൊള്ളൂ. അത് ഏത് ജാതി ഏത് മതമെന്നില്ല, ഇതെല്ലാം പവറാണ്, കണക്ടിവിറ്റിയാണ്. നേച്ചറിനകത്ത് ഒരുപാട് എനർജി ഉണ്ട്. എനർജി ഈസ് ട്രാൻസ്മിറ്റബിൾ, ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രൈബിൾ ബട്ട് ഇറ്റ് ഈസ് കൺവേർട്ടബിൾ എന്ന് പറയുന്നത്. അത് എനർജിയെ കൺവേർട്ട് ചെയ്യാൻ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫോം മാറി വേറൊരു ഫോമിലോട്ടായി. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഉയർച്ച കാര്യങ്ങളുണ്ടെന്ന് വേണമെന്ന് നിങ്ങൾക്ക് ചില മന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങൾ 108 ഉരു അല്ല ഇങ്ങനെ ഇപ്പോൾ 1008 1008 ഉരു ജപിച്ച് സിദ്ധി വരുത്തേണ്ടതും അല്ലെന്നൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ചില നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങളും എല്ലാം ഇവിടുത്തെ. കാരണം നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം 10,000-ൽ കൂടുതൽ വർഷമുള്ള അങ്ങനെ ഒരു ഡൊണേഷൻ ചെയ്ത ഒരു കൾച്ചറാണ് ഇന്ത്യക്കുള്ളത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞും കൂടാ. പക്ഷെ നമ്മൾ പഠിച്ച വേദങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ 4 മലകൾ വെച്ച് പകുത്ത് വെച്ചേക്കുന്ന മാതിരി നമുക്ക് ഒരിക്കലും ഒരു ലൈഫിൽ നമുക്ക് ചെയ്തു തീർക്കാനോ പഠിച്ചു തീർക്കാനോ പറ്റത്തില്ല. അത്ര വലിയ ഉപനിഷത്തിൽ ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെയാണ്. അപ്പം അതിനകത്ത് എൻ്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് അല്ലെന്നൊരു അത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും അങ്ങനെയുള്ളവർ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുള്ള യാദൃശ്യമായിട്ടായാലും എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയതും അതുമൊക്കെ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ അമ്പലങ്ങളിലൊക്കെ നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അമ്പലത്തിൽ വേണം കൂടുതലായിട്ട് പോകാൻ. അങ്ങനെയുള്ള ദൈവങ്ങളെ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്തുക. പ്രത്യേകിച്ച് ഹനുമാന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹനുമാന്റെ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ദൈവമാണ്. പലർക്കും ഒരു കൊണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ ജോബ് കിട്ടുന്നില്ല അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഹനുമാന്റെ സേവ അല്ലെന്നൊരു ഹനുമാന്റെ അമ്പലത്തിൽ വന്ന് സ്ഥിരമായിട്ട് പോയിട്ട് അവിടെ വീക്കിലി ഒരു പ്രാവശ്യം അത് പ്രത്യേകിച്ച് ഒരു ദിവസം അതിൻ്റെ ആയിട്ടുള്ള നോക്കിയിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു വെളിയിൽ പോകണം, വിദേശത്ത് പോകണം അല്ലെന്നൂരിൽ അങ്ങനെ ഒരു ഒത്തിരി കൊണ്ട് പറയാൻ. കാരണം ഇത് തന്നെ നമുക്ക് ന്യൂമറോളജിക്കകത്ത് കാണുന്നതിൽ വിദേശയാത്ര, ഫോറിൻ യാത്ര ചെയ്യണമെന്നില്ല എങ്ങനെ ചെയ്യണമെന്ന് തന്നെ സ്ക്രീൻ സേവറൊക്കെ നമ്മുടെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്കാണ് ഈ ഹനുമാൻ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് വെളിയിൽ പോയിട്ട് ഒരു ജോബ് കിട്ടുന്നില്ല അല്ലെന്നൊരു ഇങ്ങനെ ഒരമ്പലം അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഏത് ആൾക്കാർക്ക് എങ്ങനെയുള്ള ആ ഒരു കണക്ടിവിറ്റി പോയിട്ട് ചെയ്യാം. പിന്നെ ശനീയതയായിട്ടുള്ള കർമ്മങ്ങൾ, പിന്നെ ദാനധർമ്മം, ഒരുപാട് കാര്യത്തിൽ ദാനധർമ്മങ്ങൾ. പ്രത്യേകിച്ച് ശനിയെ പോസിറ്റീവാക്കാൻ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ചെരുപ്പ് ദാനം ചെയ്യുക.
അല്ലെന്നൊരു വൃദ്ധന്മാരെ സഹായിക്കുക, പാവങ്ങളെ കൈപിടിച്ച്, പ്രത്യേകിച്ച് കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരെ റോഡ് ക്രോസ് ചെയ്യിച്ചു വിടുക. അപ്പം പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, ദാനധർമ്മങ്ങളെ. അതേമാതിരി ഇതിപ്പോൾ നിങ്ങൾക്ക് ശുക്രന് നെഗറ്റീവായി കഴിഞ്ഞാൽ ശുക്രന് വയറുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങളും വിട്ടുമാറാത്ത, പ്രത്യേകിച്ച് 8ാം ഭാവം ചീത്തയായിട്ടുള്ള ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നം വരും. അപ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു വിധിയെ മാറ്റുന്നതെന്നാലും പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഈ അൺഎക്സ്പെക്റ്റഡ്ലി ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംസാരിച്ച് വന്നെന്ന് പറഞ്ഞാൽ, ആ വിധിയെ മാറ്റാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യമോ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് പോസിബിൾ. എല്ലാം നമുക്ക് ഇമ്പോസിബിൾ ആട്ടെ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നോക്കി നിങ്ങൾ ഇത്രയും വിചാരിക്കുക, നമ്മുടെ സ്പേംസിനകത്ത് ഇത് മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ഈവൻ ഗോൾഡിന്റെ കണ്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ബ്രെയിൻ ഈസ് വർക്കിംഗ് വിത്ത് 9 വോൾട്ട് ഇലക്ട്രിസിറ്റി 9 വോൾട്ട് ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ പവർ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്പേംസിൽ ഈ പറഞ്ഞ മാതിരി ഈ ഗോൾഡ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം ഇങ്ങനെയെല്ലാം കണ്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ദൈവങ്ങളല്ലേ. അപ്പം നമ്മളെല്ലാം പവറുണ്ട്. ആ പവറിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പം പല ആൾക്കാർ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ 0.01% സാധനം എനർജി മാത്രമേ നമ്മൾ ഇന്ന് ഉണർത്തുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുണ്ടലിനിയെ ഉണർത്തുന്നത്, അതിനുള്ള മന്ത്രങ്ങളെ, അങ്ങനെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ഒരു നോക്കുന്നുള്ള മാത്രം നമ്മൾ അതിനകത്തുള്ള പ്രതിവിധി കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ അക്യുറസിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിസാര സപ്പോസ് നിങ്ങൾക്ക് ഇപ്പം ശുക്രനെ പോസിറ്റീവ് ആക്കണമെന്നൊരിൽ ചെയ്യേണ്ട കർമ്മം, ഈ പെൺകുട്ടികൾക്ക് 12-നും 24-നും വയസ്സിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ്, ചെറിയ ഇങ്ങനെയുള്ള സാധനം കൊടുക്കുക, മേക്കപ്പ് സെറ്റ്, അല്ലെന്നൊരു കൺമഷി, ലിപ്സ്റ്റിക്ക്. അപ്പം അങ്ങനെ ഓരോരുത്തരും കർമ്മമുണ്ട്. അതേമാതിരി കേതുവിനെ പോസിറ്റീവ് ആക്കണം. കേതുവാണ് നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം കൊണ്ടുത്തരുന്നത്. കാരണം കേതുവും ചൊവ്വയും നമ്മൾ നേരത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട്, സർജറി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. കേതുവിനെ പോസിറ്റീവ് ആകുന്ന, കേതുവിൻ്റെ റേഡിയേഷൻ ഉള്ളതാണ് വാഴപ്പഴം. അത് ഈ വാഴപ്പഴം പശുവിന് കൊടുക്കുക. പശുവിന് കൊടുത്താൽ പശു ശുക്രനാണ്. അപ്പം അങ്ങനെ കർമ്മങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. അപ്പോൾ ഒരു സബ്ജക്റ്റിലും 2 സബ്ജക്റ്റിലും ഒതുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം ഇതിങ്ങനെ പറഞ്ഞു വരുമ്പം ഒത്തിരി ഉണ്ട് പറയാൻ. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഈ ബന്ധപ്പെട്ടായിട്ടുള്ള ആൾക്കാർക്ക് നോക്കാനോ എടുക്കാനോ നോക്കാനോ അല്ല, നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെന്നുള്ള ഒരു പിന്നെയും ഡൗട്ട് തോന്നും. അപ്പോൾ അത് ഞാൻ ഒരൊറ്റ വാക്കി ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് വിധിയെ മാറ്റാൻ പറ്റുമെന്നാണല്ലോ. 100% മാറ്റാൻ പറ്റും. അത് നിങ്ങളുടെ ബർത്ത് സ്റ്റാർ നോക്കി, നിങ്ങളുടെ കർമ്മങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. അല്ലാതെ ഞാൻ എല്ലാവർക്കും ഡിഫറൻ്റ് ആയിട്ടിരിക്കും ചെയ്യേണ്ടതായിട്ടുള്ള. ചിലർക്ക് ദോഷം കാണത്തില്ല. എപ്പോഴും ഒരു അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ സമീപിക്കുന്നുണ്ടെന്ന് വരിലും ദർ ഇസ് സംതിങ് ബിഹൈൻഡ് ദാറ്റ്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ലൈഫിൽ ഉള്ളപ്പോൾ മാത്രമേ അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ബന്ധപ്പെട്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയണമെന്ന് വരില്ല, നമുക്ക് അതുമായിട്ട് സമ്പാദിച്ചെടുത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക, അതിൻ്റെ ഒരു ഫീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. പിന്നെ അതേമാതിരി നിങ്ങൾക്ക് ആർക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് നമ്മുടെ ക്ലാസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ചെയ്തിട്ടുള്ള നമ്മുടെ വേദിക് അസ്ട്രോളജി മാത്രമല്ല, കാരണം അതിനകത്ത് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ശിവനാടി ഇവിടെ, പിന്നെ അതേമാതിരി ബൃഹനാടി അസ്ട്രോളജി, പിന്നെ ചന്ദ്രകലാ നാഡി അസ്ട്രോളജി, ഇതൊക്കെ ചെയ്ത്. അപ്പോൾ അതിനകത്ത് അക്യുറസി പാർട്ട് വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ബൃഹനാടി സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. ബൃഹനാടിയുടെ 2 കോഴ്സുണ്ട്, ഗോചാരവുമുണ്ട്, നമ്മുടെ നോർമലി ഇതുമുണ്ട്. നോർമലി നമുക്ക് അപ്പോൾ 2 കോഴ്സായിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂമറോളജി പഠിക്കണോ, അസ്ട്രോളജി പഠിക്കണോ, ബൃഹനാടി പഠിക്കണോ, ലാൽക്കിതാബ് പഠിക്കണോ, അങ്ങനെയുള്ള പിന്നെ എന്തെങ്കിലും മൊബൈൽ ന്യൂമറോളജി പഠിക്കണോ, അപ്പോൾ അന്നേരം ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നൊരു ആർക്കെങ്കിലും ജോയിൻ ചെയ്യുമെന്നാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.